അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ദിവസം കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ക്രാഫ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ്. സോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലോങ് ആയിട്ടുള്ള ഡോൾ മേക്കിങ്ങോ അങ്ങനെയൊന്നും ചെയ്യാൻ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നാളായിട്ട് ഞാൻ കോൺസ്റ്റൻ്റ് ആയിട്ട് ലോങ് വീഡിയോസ് ഒന്നും ഇടുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് 2 വീഡിയോ എങ്കിലും ആഴ്ചയിൽ എന്നും ഇട്ടിരുന്ന പോലെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഈസിയർ ആയിട്ടുള്ള ഡോൾ റിലേറ്റഡോ അല്ലാത്തതോ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഡോൾസ് സ്കൾപ്റ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ സ്കൾപ്റ്റ് ചെയ്യാത്തതായിട്ടുള്ള ഡോൾസ് കുറച്ച് ദിവസത്തേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഡോൾ വീഡിയോ മാത്രം കാണുന്നവർ ചിലപ്പോൾ കാണില്ലായിരിക്കും, എന്നാലും കുഴപ്പമില്ല. പിന്നെ എനിക്ക് 1-2 കാര്യങ്ങളൊന്ന് പറയണമെന്നുണ്ട്. എൻ്റെ ഈ ഫേസ് കുറച്ച് നേരം കണ്ടുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ ഒരുപാട് ഗ്രൂമൊന്നും ചെയ്തിട്ടല്ല ഇരിക്കുന്നത്. പിന്നെ once a bully said that your face is ugly, so your art is also ugly. ഇഗ്നോർ ചെയ്തിട്ടിട്ടുണ്ട്. അതെനിക്ക് ഡസൻറ്റ് മാറ്റർ ബിക്കോസ് ഐ എം നോട്ട് എ സൂപ്പർ മോഡൽ. ഞാനൊരു ആർട്ടിസ്റ്റാണ്. സോ ഞാൻ ചെയ്യുന്നത് ആർട്ട് വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ഫേസിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. അപ്പോൾ എനിക്ക് കുറച്ച് നാളായിട്ട് കിട്ടുന്ന ഒരു തരം കമൻ്റാണ്, അത് അവരുടെ ഇഷ്ടം കൊണ്ട് ചോദിക്കുന്ന കേട്ടോ. അതായത് ഡോൾസ് ക്ലേ ഇല്ലാതെ മാത്രം ചെയ്യുമോ ചോദിച്ചിട്ട്, അവരുടെ കയ്യിൽ ക്ലേ ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ മിക്കവാറും അവർക്ക് കമൻറ്റ് റിപ്ലൈ കൊടുക്കാറുണ്ട്. പക്ഷേ ഇതിൽ കൂടെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ക്ലേ മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഡോൾസ് ഉണ്ട്. അതുപോലെ തന്നെ ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ക്ലേ യൂസ് ചെയ്തിട്ട്. പിന്നെ ഉള്ളത് ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് മാത്രം വെച്ചിട്ട് ചെയ്യുന്നത് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 3 തരത്തിലാണ് ഞാൻ ഡോൾസ് ചെയ്യാറ്. അപ്പോൾ ക്ലേ എന്ന് പറയുന്നത് ഇപ്പോഴും കുറേ പേര് വിചാരിച്ചിട്ടുണ്ട് ഞാൻ എക്സ്പെൻസീവ് ആയിട്ട് കടയിൽ നിന്ന് വാങ്ങണ ക്ലേ ആ യൂസ് ചെയ്യുന്നതെന്ന്. ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ക്ലേ യൂസ് ചെയ്യാറില്ല. ആകെ ഉപയോഗിക്കുന്നത് ഫെവിക്കിൾ മോൾഡിറ്റ് ആണ്. അതിങ്ങനെ ഒരു ബോക്സ് എപ്പോഴോ വാങ്ങിയതാ, കുറേ നാൾ 2 വർഷം മുമ്പും കണ്ടു വാങ്ങിയതാ. ഞാൻ ടിക്ടോക്കിൽ ആക്റ്റീവ് ആയിരുന്ന സമയത്ത് വാങ്ങിയതാണ്. ഇതുവരെ തീർന്നിട്ടില്ല. അത് ഇങ്ങനെ പിശുക്കി ഉപയോഗിക്കുള്ളൂ. അത് മാത്രമാണ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതായിട്ട് ക്ലേ യൂസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം വീട്ടിലുണ്ടാക്കുന്നതാണ്. ആ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ റെസിപ്പിയും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. കുറച്ചൊരു 5-10 മിനിറ്റ് നമ്മൾ ഒന്ന് ട്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കുക്ക് ചെയ്തതും കുക്ക് ചെയ്യാത്തതായിട്ടുള്ള പേപ്പർ ക്ലേ ഉണ്ട്. അതുപോലെ കോൾപോസ്ലിൻ ഉണ്ട്. കോൾപോസ്ലിൻ ക്ലേ കുക്ക് ചെയ്യാത്ത റെസിപ്പി ഉണ്ട്. പക്ഷെ അതെനിക്ക് ഇഷ്ടമല്ല, അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യാത്തത്. ഓക്കെ, അപ്പം നമ്മൾ വീട്ടിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ക്ലേ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലേ വെച്ച് ചെയ്ത് നോക്കണം. ഞാൻ എപ്പോഴും പറയും ക്ലേ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. ഇറ്റ്സ് റിയലി മൈൻഡ് റിലാക്സിങ് ആണ് ക്ലേ വെച്ച് ചെയ്യുമ്പോൾ. നമുക്ക് ക്ലേ വെച്ചിട്ട് കൈ വെച്ചിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് എടുക്കുമ്പോഴേ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്ന ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ. നമ്മൾ ക്ലേ ഇല്ലാതെ ചെയ്യാനാണ് കുറച്ചും കൂടെ ടഫ്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിൽ തന്നെ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഗ്രോ ചെയ്തിട്ടുള്ള ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ വേസ്റ്റ് വെച്ചിട്ട് നമ്മൾ അല്ലാതെ പേപ്പർ വെച്ചിട്ട് ഒരു ഷേപ്പ് ഉണ്ടാക്കിയതിന് പെയിന്റ് അടിച്ച് കുറെ നാൾ നിൽക്കില്ല. പിന്നെ അത് ചെയ്യാൻ നമുക്ക് ക്രിയേറ്റിവിറ്റി ഒരുപാട് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ എൻ്റെ കേസിൽ ഈ ഒരു 3 രീതിയിൽ ഞാൻ ഡോൾസ് ചെയ്താലും സെയിം ആയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ആണ് എനിക്ക് കിട്ടുന്നത്. സോ എനിക്ക് തോന്നി ഈ ഒരു 3 കാര്യങ്ങളും കാണാനായിട്ട് ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന്. അതുപോലെ മറ്റ് ആർട്ട് ഞാൻ ചെയ്യുമ്പോഴും അതിനെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം മുതൽ നമ്മൾ ആരും അല്ലാതിരുന്ന സമയത്ത്, നമ്മൾ ഒരു 0 സബ്സ്ക്രൈബർ ആയിരുന്ന സമയം തൊട്ട് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കൂട്ടത്തിൽ. സോ അവർക്ക് ഞാൻ എന്ത് ആർട്ട് ചെയ്യുമ്പോഴും അത് കാണാൻ ഇഷ്ടമാണ്, സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമാണ്. ഒരു വലിയൊരു താങ്ക്സും അനുകുന്നോളം സ്നേഹവും അവർക്ക് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ അറിയിക്കുകയാണ്. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടം തോന്നിയ ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ കുറച്ചൊരു വിഷമായിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ അത് അവർക്ക് അതിൽ കുറച്ച് ചേച്ചിമാര് പ്രത്യേകിച്ചും ഒത്തിരി സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. അപ്പൊ ഒത്തിരി സന്തോഷം. അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് എല്ലാം കൂടെ ചേർത്ത് പോവാം. അല്ലാതെ നമ്മൾ ക്ലേ ഇല്ലാതെ മാത്രം ചെയ്താൽ എനിക്ക് ബോറടിക്കും. കാരണം സ്കൾപ്റ്റിംഗ് ഈസ് മൈ പാഷൻ. സോ സ്കൾപ്റ്റിംഗ് ഞാൻ എവിടെയും പോയി പഠിക്കാതെ സ്വന്തമായിട്ട് ഓരോന്നിങ്ങനെ
കൂട്ടി 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 ട്രൈ ചെയ്തിട്ടാണ് എൻ്റെ രീതിയിൽ ഞാൻ ഇത്രയെങ്കിലും സ്കൾപ്റ്റ് ചെയ്യുന്നത്. സോ അതെനിക്ക് ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു മീഡിയം ആണ് യൂട്യൂബിൽ കൂടെ. സോ അതുകൊണ്ട് അതെനിക്ക് ഇവിടെ കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് എല്ലാ തരത്തിലുള്ള റോളും ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡോൾ ഡ്രസ്സാണ്. നിങ്ങൾ ഓൾറെഡി തംബ്നെയിലൊക്കെ കണ്ടിട്ട് വന്നിരിക്കണം. ഞാൻ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞ് ബോറടിപ്പിച്ചു എന്നറിയാം. ഒരു പക്ഷെ നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ടുണ്ടാവും, നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. അതൊന്നും ഡസന്റ് മാറ്റർ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ കുറച്ച് പോളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഏത് ഡ്രസ്സ് ചെയ്ത് കാണണം എന്നാണ് ആഗ്രഹം. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഹിമക്കുട്ടിക്കും എല്ലാ കുട്ടിക്കും കുഞ്ഞു കുഞ്ഞു ഫ്രോക്ക് ഉണ്ടാക്കുന്നതാണ് കാണാൻ ഇഷ്ടം എന്ന്. പക്ഷേ ഞാൻ ഒരു മാസമായിട്ടാണ് ചെയ്തത്. 1, 2, 3 വീഡിയോ ഒരുമിച്ചാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവരുടെ വീഡിയോ, അവരുടെ ആ ഒരു ഡ്രസ്സ് ഉണ്ടാക്കുന്നത് ഷൂട്ട് ചെയ്ത് തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഷൂട്ട് ചെയ്ത് വെച്ചത് ആദ്യം പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതെന്ന് തോന്നരുത്. അപ്പം നമുക്ക് നെക്സ്റ്റ് ഡേ നമുക്ക് ഹിമക്കുട്ടിയുടെ എല്ലാ കുട്ടിയുടെയും ഡ്രസ്സ് കാണാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുർത്തി ഡ്രസ്സാണ് ഡോളിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു യെല്ലോ ക്ലോത്ത്, പിന്നെ ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലോത്ത്, പിന്നെ ഒരു ഗ്രേ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കോട്ടൺ ആണ്. ഈ ഡോളിനെ ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ഡോൾ മേക്ക് ഓവർ ചെയ്ത് 50 റുപ്പീസ് ബാർബിയെ ഒരുക്കിയെടുത്ത ഡോളാണിത്. അപ്പോൾ ഈ ആദ്യം കാണിച്ച ഡ്രസ്സ് ഞാൻ എൻ്റെ സെക്കൻഡ് ചാനലിൽ എങ്ങനെ അത് ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. നമ്മൾ ആദ്യം ഡോളിനെ ഇതുപോലെ വരച്ചിട്ട് കുർത്തിയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ പോണേ. അപ്പം നമ്മൾ ഇതുപോലെ ഓരോ പോയിന്റുകൾ മാർക്ക് ചെയ്യുക. ഷോൾഡറിൻ്റെ അവിടെ, അതുപോലെ ബസ്റ്റിൻ്റെ അവിടെ, അതുപോലെ വേസ്റ്റും ഹിപ്പും ഇത്രയും മാർക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ആ പോയിന്റിൽ കൂടെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇതാർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ, വേറെ സ്റ്റിച്ചിങ് ഒന്നും അറിയണ്ട. എനിക്ക് സ്റ്റിച്ചിങ് ഒന്നും അറിയില്ല കേട്ടോ. ഞാനിങ്ങനെ പെട്ടെന്ന് എളുപ്പപ്പണിയിൽ ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പോയിന്റ് എല്ലാം കൂടെ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു കുർത്തിയുടെ ഷേപ്പ് കിട്ടും. അത് ഞാൻ ഒന്നുകൂടെ കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് അടുത്ത ഒരു പേപ്പറിലേക്ക് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സ്ലീവ്സിന് വേണ്ടിയിട്ട് ആ ഒരു കർവി ഏരിയ ഉണ്ടല്ലോ ഷോൾഡറിൻ്റെ അവിടെ വരണേ, അത് നമ്മൾ ഒരു പേപ്പറിൻ്റെ പീസിലേക്ക് ഇതുപോലെ വരച്ചെടുക്കുകയാണ്. വരച്ചെടുത്തതിന് ശേഷം നമുക്ക് സ്ലീവിന് എത്ര നീളം വേണോ അതൊരു ഇതുപോലൊരു ത്രെഡിനകത്ത് അളന്നെടുക്കുക. ടേപ്പ് ഉണ്ടെങ്കിൽ അതായാലും മതി. ഞാനിപ്പോൾ എല്ലാവർക്കും വേണ്ടി കാണിക്കുന്നുണ്ട്, ത്രെഡിൽ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു 3/4 സ്ലീവ് ചെയ്യണോണ്ട് 5.5 സെൻറ്റിമീറ്റർ വന്നു. ഈ 5.5 സെൻറ്റിമീറ്റർ ആ പേപ്പറിൻ്റെ കർവിൻ്റെ 2 ഭാഗത്തായിട്ടും നമ്മൾ പോയിന്റ് അടയാളപ്പെടുത്തി ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി താഴെ നമുക്ക് സ്ലീവിൻ്റെ അടിയിലായിട്ട് എത്ര വണ്ണം വരുന്നോ ആ വണ്ണം ആ ലൈനിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം എത്രയാണോ വന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുകളിൽ നിന്ന് ആ കർവിൻ്റെ മറ്റേ എൻഡിൽ നിന്ന് ഒന്ന് ചെരിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സ്ലീവിനുള്ള കട്ടിങ്ങും അതുപോലെ നമ്മുടെ കുർത്തിക്കുള്ള കട്ടിങ്ങും റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി അല്ലേ ചെയ്യാൻ. ഇനി നമുക്ക് ഇത് ക്ലോത്തിലേക്ക് വരച്ചു കൊടുക്കേ വേണ്ടൂ. അപ്പോൾ ക്ലോത്തിലേക്ക് വരച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഗ്രേ കളർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് വരച്ചു കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏത് തരം ക്ലോത്ത് ഉണ്ടെങ്കിലും യൂസ് ചെയ്യാം. ഈവൻ കർച്ചീഫോ അതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ ടൈലേഴ്സിൻ്റെ അടുത്തുനിന്ന് സംഘടിപ്പിച്ചതാണ്. വേസ്റ്റായിട്ട് വരുന്ന ക്ലോത്ത്. കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് കുറച്ച് പീസ് ഓഫ് ക്ലോത്ത് കിട്ടിയതാണ്. കുറേ ചോദിച്ചിട്ട് കിട്ടിയതാണ്. അതിനുശേഷം ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 പീസ് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി അതേപോലെ തന്നെ സ്ലീവ്സ് കട്ട് ചെയ്യുക. അപ്പം ഞാനിവിടെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ക്ലോത്തിൽ വെച്ചിട്ടാണ് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കണേ. അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. അതിന് മുമ്പ് നമുക്ക് സ്ലിറ്റ് എവിടം വരെയാണോ വേണ്ടത് അത് 2 ക്ലോത്തിങ്ങിലും അടയാളപ്പെടുത്തിയതിന് ശേഷം ആ ഭാഗവും അതുപോലെ താഴെ ഭാഗവും നമ്മൾ ഫെവിബോണ്ട് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അത് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യാം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ 2 പീസിലും ഇതേപോലെ സ്ലിറ്റിൻ്റെ ഭാഗവും താഴത്തെ ഭാഗവും നമ്മളിതുപോലെ മടക്കി ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നെക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ വട്ടത്തിലാണ് വരച്ചിട്ടുള്ളത്, അത് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾക്ക് അവിടെ ഇങ്ങനെ ചെറിയ കട്ടിട്ട് കൊടുക്കുക. എന്നിട്ടത് നമ്മൾ മടക്കി അടിക്കുന്ന പോലെ പുറകോട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഫെവിബോണ്ട് ഗ്ലൂവിന് പകരം ഫെവിക്കോൾ ഓൾ ഫിക്സ് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇനി നമ്മൾക്ക് ഇത് രണ്ടും നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടും ഒരുപോലെ വെച്ചിട്ട് 2 പീസ് ഒരുപോലെ വെച്ചിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചാലും മതി. ഒട്ടിച്ചതിന് ശേഷം നന്നായിട്ട് ഉണങ്ങിയ ശേഷം എടുത്താൽ അത് ഇളകിയൊന്നും പോവില്ല. അതിന് ശേഷം നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാം. സ്ലീവ്സും ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം അത് നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അതിൽ തന്നെ വെച്ച് ഒട്ടിക്കാനോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാനോ ശ്രമിക്കുക. ഒട്ടിച്ചാലും മതി കേട്ടോ, കറക്റ്റ് ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തു എന്നേ ഉള്ളൂ. ഗ്ലൂ വെച്ച് ചെയ്യുന്നത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണിക്കാം. അതേപോലെ തന്നെ സ്റ്റിച്ചിങ് ഇല്ലാതെ നമുക്ക് ഡോർ ക്ലോത്ത് ചെയ്യാൻ കഴിയും. സ്റ്റിച്ചിങ്ങോ ഗ്ലൂയിങ്ങോ ഒന്നും ഇല്ലാതെ അതും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് സ്ലീവ്സിൽ കുറച്ച് റഫിൾസും കൂടെ വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഗ്രേ കളർ ക്ലോത്തിൽ ഞാനിങ്ങനെ റഫിൾസ് ഉണ്ടാക്കി അതൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുർത്തി കുറച്ചും കൂടെ ഒന്ന് സ്റ്റൈലിഷ് ആവും. ഇനി നമുക്ക് ആ സ്ലീവിൽ കൂടെ കൂട്ടിയിട്ട് സ്ലിറ്റ് വരെയുള്ള ഭാഗം തുന്നിയെടുക്കാം. അപ്പോൾ അതും കൂടി തുന്നിക്കഴിയുമ്പോൾ നമ്മുടെ കുർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു ബേസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് വയ്ക്കാം. ഞാനിവിടെ കുറച്ചും കൂടെ ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ബാക്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഡോളിന് ഇട്ട് കൊടുക്കാൻ ഇത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ബാക്കിലൊരു കട്ട് കൊടുത്തതിന് ശേഷം അവിടെ ഇതേപോലെ ക്ലോത്ത് ഒന്ന് മടക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് അവിടെ ഒരു ഹുക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ 2 സൈഡിലും ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം അപ്പോൾ അവിടെ നിന്ന് നൂലൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഹുക്ക് വെച്ച് കൊടുക്കാം. ഇത് ഞാൻ പഴയ ഒരു ഉടുപ്പിൽ നിന്ന് പറിച്ചെടുത്തിട്ടുള്ള ഹുക്കാണ്. ആ ഒരു ഹുക്ക് അവിടെ ഒട്ടിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ വെൽക്രോ ആയാലും മതി. അപ്പോൾ ഹുക്കൊക്കെ നമ്മുടെ പഴയ ഉടുപ്പിലോ അല്ലെങ്കിൽ ബ്ലൗസിലോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, ആ പഴയതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അങ്ങനെ കൊടുത്തതിന് ശേഷം മറ്റേ സൈഡിൽ അത് നമുക്ക് ഹുക്ക് ഇടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പീസ് ഓഫ് ക്ലോത്ത് ഇതുപോലെ മടക്കി വെച്ചാലും മതി. ഇനി ഫ്രണ്ടിൽ ഞാൻ ഈ ഒരു പ്രിൻറ്റിൻ്റെ ഈ ഒരു ഷേപ്പിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കാണുമ്പം ഇത് കുറച്ച് ടഫാണെന്ന് തോന്നും, പക്ഷെ ചെയ്തു വരുമ്പോൾ നല്ല എളുപ്പമായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. ഞാൻ ഇത് പെട്ടെന്ന് തന്നെ ചെയ്തു. ഇനി നമുക്ക് ഡോളിന് പാൻസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പേപ്പർ 2ആയിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് നടുക്കിലും അതുപോലെ സൈഡിലും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അതിലൂടെ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് നമ്മളുടെ ഡോളിന് എത്ര വേസ്റ്റിന് എത്ര വീതി ഉണ്ട് ഏകദേശം ഒരു ധാരണ ഉണ്ടാവില്ല, അതിനനുസരിച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതിൻ്റെ എക്സാക്റ്റ് ആയിട്ട് അളവൊന്നും ഞാൻ എടുത്തിട്ടില്ല. അളവെടുത്തും ഞാൻ ഡോൾ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ അങ്ങനെ അളവൊന്നും എടുത്തിട്ട് ചെയ്യുന്നില്ല, കാരണം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ 2 സൈഡിലും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് തുന്നരുത്, നമുക്ക് ഇതുപോലെ കിട്ടണം. അതിനുശേഷം നമുക്ക് ഈ വരച്ചു കൊടുത്ത മാർക്കിങ്ങിലൂടെ ഒന്ന് തുന്നിക്കൊടുക്കാം അല്ലെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് മറിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ ഡോളിൻ്റെ പാൻസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു സെറ്റ്. ഞാനൊരു കുഞ്ഞു ഷോളും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഷോൾ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതിന് ശേഷം നമുക്കിത് ഡോളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് തരം ക്ലോത്തിങ് വേണമെങ്കിലും ഈ ഒരു കുർത്തി തയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏത് കളർ കോമ്പിനേഷൻ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വെച്ച് ഞാൻ ചെയ്തു. നിങ്ങളുടെ കയ്യിൽ ഇതിനെക്കാട്ടും നല്ല ഭംഗിയുള്ള ക്ലോത്ത് ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും നമ്മുടെ ഡോള്. ആൻഡ് ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ വലിയ കുഴപ്പമില്ല. എനിക്ക് എൻ്റെ ഡോളിന് ഒരു കറക്റ്റ് ഒരു ഫിറ്റായിട്ട് തന്നെയാണ് ഈ ഡോൾ ഉണ്ടായിരുന്നത്. പിന്നെ അളവെടുത്തതിനെക്കാട്ടിലും ഒരു ഇത്തിരിയും കൂടെ ലൂസായിട്ട് തയ്ക്കാൻ ശ്രമിക്കുക. ചിലപ്പം കറക്റ്റ് അളവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഫിറ്റായി പോവും ഡോളിന് ഡ്രസ്സ്. അപ്പോൾ നമുക്ക് ഊരാനും ഇടുകയൊക്കെ ചെയ്യുമ്പോൾ കൈയിൻ്റെ അവിടെയൊക്കെ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇങ്ങനെയാണ് ഷോളും കൂടി ഇടുമ്പോൾ അത് കാണുക. നമുക്ക് തലയും കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഞാൻ 2 കമ്മലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ അവൾ ഇട്ടിരുന്ന കമ്മലെല്ലാം ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോള്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഈ ഡോളിനെ നമ്മൾ മേക്ക് ഓവർ ചെയ്ത സമയത്ത് ഡോളിൻ്റെ നെയിം സജഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിന് നെയിം ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് ഡോളിൻ്റെ നെയിമും കൂടെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മേക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്.
ഇനി ഒരുപാട് ക്രിയേറ്റീവ് വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ഡോളിൻ്റെ കൈകൾ നല്ലോണം മൂവബിളാണ് കേട്ടോ. നന്നായിട്ട് പോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾ മൂവബിൾ ഹാൻഡ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് സാധാരണ ഡോളിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് തിങ്കളാഴ്ച കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. ചൂസ്.